എന്നോട് ക്ഷമിക്കണം സിഹി. എന്റെ മകന്റെ ജീവിതം എന്നെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാ നിന്റെ ജീവൻ എടുക്കേണ്ടി വന്നത്. നീ എനിക്ക് മറ്റൊരു വഴിയും ബാക്കി വെച്ചില്ല. ഞാനൊരു അമ്മയാ, പെണ്ണ്. നിന്നെ കൊല്ലേണ്ടി വന്ന കുറ്റബോധം എന്നെ വേട്ടയാടുന്നുണ്ട് മോളെ. ബട്ട് I didn't have any choice. ഇപ്പോ നിന്റെ സീതമ്മ അവളുടെ ജീവിതത്തിന് വേണ്ടി പോരാടുകയാണത്ര. അവളെയും ഞാൻ നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണമെങ്കിൽ നീ മരിച്ചു പോയ കാര്യം ഞാൻ അവളെ അറിയിച്ചേ പറ്റൂ. എന്നാ മാത്രമേ അവള് നിന്റെ അടുത്തേക്ക് വരൂ. അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ സീതമ്മയോട് പറഞ്ഞില്ലേ പറ്റൂ മോളെ. സോറി സീത. സീത, പേടിക്കണ്ട. കാം ഡൗൺ. ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആയോ ഓക്കെ നൗ? റാം, നല്ല തലവേദന ഉണ്ട് റാം. ഒരുപാട് നേരം ഉറങ്ങിയതല്ലേ, അതുകൊണ്ടാവും. റാം, നിങ്ങളുടെ കണ്ണെന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നേ? എന്താ പറ്റിയേ? നന്നായിട്ട് ഉറങ്ങുന്നില്ലേ നീ ഇപ്പോ? വെറുതെ ടെൻഷൻ ആവല്ലേ, നീ റിലാക്സ്ഡ് ആയിട്ടിരുന്നേ. അങ്ങനെയൊന്നുമില്ല സീത, നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, സിഹിയെ കുറിച്ച് മാത്രം ചോദിക്കരുത് സീത. എന്റെ കയ്യില് നിന്റെ ആ ചോദ്യത്തിനുള്ള മറുപടിയില്ല. ഈ ബ്രൗൺ കളർ സാരി സിഹിയാണോ പറഞ്ഞത്? എനിക്ക് കളർ സാരി ഇഷ്ടാന്ന്. അവളല്ലേ പറഞ്ഞത് ഇതിങ്ങോട്ട് കൊണ്ടുവരാൻ. അതെ സീതമ്മ, ഞാൻ അച്ഛനോട് പറഞ്ഞത് ഈ സാരി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും റിയാക്ട് ചെയ്തത് എന്താ? സാരി എപ്പോഴാ മാറ്റിയെന്ന് പോലും ഓർമ്മ വരുന്നില്ല റാം. നിങ്ങളല്ലേ എന്നെ സാരി ഉടുപ്പിച്ചത്. സിഹി എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, അവളെ സാരി ഉടുപ്പിക്കാൻ വാശി പിടിക്കോള്. റാം, സിഹി എവിടെ? സീതമ്മ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എനിക്കറിയാം, ഞാൻ എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾക്ക് എന്നെ സിഹി ഒന്ന് കാണണം. സീതമ്മ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാ പോരെ? പക്ഷെ നിങ്ങൾ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ സിഹി. അക്കോശങ്കർ, സീതമ്മയ്ക്ക് ബോധം വന്നു. ഹോ, ഭാഗ്യം. ഇവരെങ്കിലും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. കൊണ്ടുവന്ന് പറഞ്ഞിരുന്നല്ലോ.
അവിടെ സിഹിയും സീതമ്മയെ വെൽക്കം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. ബാ പോവാം. സിഹി വീട്ടിലുണ്ടായിരുന്നോ? നിങ്ങൾ എന്താ എന്നോട് ഇതുവരെ ഇത് പറയാതിരുന്നേ? മനസ്സിലായി. എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ടായിരുന്നില്ലേ? നല്ല സാധനങ്ങൾ അച്ഛനും മോളും. ശരി, എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പോകാം സീത, ഉടനെ പോവാം. ഹലോ സീത. ഹായ് ഡോക്ടർ. ഹൗ ആർ യു നൗ? കുഴപ്പമില്ല ഡോക്ടർ, പക്ഷേ ചെറിയൊരു തലവേദന. ടാബ്ലറ്റ്സ് എഴുതരാം, ഡെയിലി കഴിക്കണം. എത്രയും പെട്ടെന്ന് ഭേദമായിക്കോളൂ. യു ആർ എ സ്ട്രോങ് വുമൺ സീത. എത്ര പെട്ടെന്ന് റിക്കവർ ചെയ്തത്. മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിച്ചാൽ പെട്ടെന്നെല്ലാം സുഖമായിക്കോളൂ. അടുത്ത ആഴ്ച ഒന്ന് വിസിറ്റ് ചെയ്യണം. താങ്ക് യു ഡോക്ടർ. സിക്കൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞല്ലോ. മനസ്സിന് ഇപ്പോഴാ ഒരു സമാധാനമായത്. വെരി ഗുഡ്. ഞങ്ങൾക്കൊന്ന് BP ചെക്ക് ചെയ്യണം സിസ്റ്റർ. ഡോക്ടർ അങ്ങനെയൊന്നും വേണ്ട. അടുത്ത ആഴ്ച ചെക്കപ്പ് ഉണ്ടല്ലോ, അപ്പൊ നോക്കിയാൽ മതി നമുക്ക്. ഇപ്പോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോണം. സിഹി കേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അവൾ വർഷത്തിൽ ഒരു തവണ കേക്ക് കഴിക്കൂ. ഞാൻ കേക്ക് പോലും കട്ട് ചെയ്യാതെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവരെപ്പോഴും ഷുഗർലെസ് കേക്കാ കൊണ്ടുതരാ. എന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോ കേക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. അവളും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. കുറെ നേരം വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾക്ക് പോകണം ഡോക്ടർ, പ്ലീസ്. എന്നാലും ജസ്റ്റ് ഒന്ന് BP ചെക്ക് ചെയ്യണം സിസ്റ്റർ. സീത, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്, അതൊക്കെ തീർത്തിട്ട് വരാം. സമയമുണ്ട്. വരൂ സർ. ഞാനിപ്പോ വരാം സീത. ചെക്കപ്പ് കഴിഞ്ഞാൽ സീതയെ വീട്ടിലേക്ക് കൊണ്ടുപോകൂടെ? കൊണ്ടുപോകാം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ ഡോക്ടർ. അശോക, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവൾ അവിടെ കിടന്ന് സിഹി സിഹിന്ന് പറഞ്ഞോണ്ടിരിക്കുക. സിഹി അവൾക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കാന്ന് വിചാരിക്കുക. സിഹി ഇനി ഇല്ലെന്ന കാര്യം ഞാൻ എങ്ങനെയാണ് പറയുക? സിഹി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ ഇനി എത്ര കാലം അഭിനയിക്കണം അശോക? സിഹി ജീവിച്ചിരിപ്പുണ്ടെന്നല്ല നിങ്ങൾ പറയേണ്ടത്. സിഹി ഉണ്ടെന്നാണ്. ഇത്രയും നാളുള്ളതുപോലെ ഇപ്പോഴും അവൾ ഉണ്ടെന്നുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. സീതയുടെ മനസ്സ് സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ കള്ളം പറഞ്ഞേ പറ്റൂ റാം. അതെ രാമ, അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. സീതയ്ക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പോയിട്ട് കേൾക്കാനുള്ള ശക്തി പോലും ഇല്ല. അതുകൊണ്ട് അവര് പറയുന്ന കാര്യം നമ്മൾ കേട്ടേ പറ്റൂ. എത്ര നാളുടെ ഇപ്പൊ അത് ഓക്കെയാണ്. അവള് വീട്ടിൽ വന്ന ശേഷം സിഹി എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയാ? അപ്പൊ ഈ കള്ളം മറച്ചു വെക്കാൻ നമ്മൾ വേറെ കള്ളം പറയേണ്ടി വരില്ലേ? റാം, എത്ര കാലം പറ്റുമോ അത്രയും കാലം സിഹി നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളതുപോലെ വിശ്വസിക്കുന്ന രീതിയിൽ പറയണം. സീത മനസ്സുകൊണ്ട് ഓക്കെ ആയതിനു ശേഷം സത്യം പറഞ്ഞാൽ മതി. അതുപോലെ എടാ, ഞാൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നോക്കിയിട്ട് വരാം. നീ സീതയുടെ അടുത്ത് പൊക്കോ. BP ചെക്കപ്പ് കഴിഞ്ഞിട്ട് കാറിലേക്ക് കൊണ്ടുപോവാ. ഞാൻ അവിടെ ഉണ്ടാവും. റാം, സി എപ്പോഴാ വീട്ടിലേക്ക് പോയേ? ആരാ കൊണ്ടുപോയത്? അവള് പോയത് എന്തായാലും നന്നായി റാം. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ അവൾക്ക് വല്ലാതെ പോലെ തോന്നും. എനിക്കും ഈ ഹോസ്പിറ്റലിന്റെ സ്മെല്ലൊട്ടും ഇഷ്ടമല്ല. എങ്ങനെയാലും പെട്ടെന്ന് വീട്ടിലെത്തിയാ മതിയെന്നാ. അവള് പാവം അനിയുടെ കൂടെ കളിക്കായിരിക്കല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. അവളെ ഒന്ന് വിളിക്കാവോ? മേമയെ വിളിച്ചാ മതി, അവര് ഫോൺ കൊടുത്തോളൂ. എന്തു പറ്റി? നമുക്ക് സിഹിമോൾക്കൊരു സർപ്രൈസ് കൊടുത്താലോ? ഞാനത് മറന്നേ പോയി റാം. അങ്ങനെ ചെയ്യാം. പോയാലോ? വരൂ. നിങ്ങൾ എന്ത് സർപ്രൈസ് തരാനാ? നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലേ. നിങ്ങൾ വീട്ടിലെത്തിയ ഉടനെ നിങ്ങൾ എന്നെ കണ്ട സർപ്രൈസ് ആവാൻ പോകുന്നേ. വേണമെങ്കിൽ നോക്കിക്കോ.
പറ്റി സീത? റാം, സിഹി ഇവിടെ എവിടെയോ ഉള്ളതുപോലെ തോന്നുന്നു. ഇവിടെ തന്നെ ഉണ്ട് സീതമ്മ. അവള് വീട്ടിലെത്തിയില്ലേ, എന്നിട്ട് ഞാൻ പറയാ ഇവിടെ തന്നെ ഉണ്ടെന്ന്. കണ്ടോ, അവളെ പറ്റിയിട്ട് മാത്രം ആലോചിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ തോന്നുന്നു. ഇറങ്ങിയാലോ? സീത ഇറങ്ങിയോ? ടേക്ക് കെയർ. താങ്ക് യു ഡോക്ടർ. സീത, യു ആർ എ വണ്ടർഫുൾ മദർ. ദൈവം നല്ലത് വരുത്തട്ടെ. താങ്ക് യു ഡോക്ടർ. എന്റെ മകള് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോണം. നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ അവളെയും കൊണ്ട് വന്നോളാം. അവളിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇപ്പൊ ഓരോ നിക്നെയിം ഇട്ട് തന്നേ അവള്, അറിയോ? നിങ്ങൾ അവളെ അന്വേഷിച്ചതായിട്ട് ഞാൻ എന്തായാലും പറയാട്ടോ. ഞാൻ എന്തായാലും പോയിട്ട് വരാവേ. ബാ പോ. സീതമ്മ നിക്ക്, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. പോയാലോ? സി കാത്തിരിക്കുന്നുണ്ടാവും, വേഗം പോകാം നമുക്ക്. എന്താ സീതമ്മ, എന്നെ കൂട്ടാതെ പോവാൻ പറ്റുമെന്ന് കരുതിയോ? സീത, നമ്മള് വീട്ടിലെത്തുന്ന വരെ നീ ഒന്ന് റെസ്റ്റ് എടുക്ക പ്ലീസ്. റാം, ഫുൾ ഡേ ഞാനിന്ന് ഉറങ്ങുമായിരുന്നു. ഇനി ഉറങ്ങണോ ഞാൻ? അയ്യോ, ഇനി പറ്റില്ല. നിങ്ങൾ വണ്ടി എടുത്തേ. ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾ എന്താ എന്നെ നോക്കാത്തെ? എന്താ നിങ്ങൾ സംസാരിക്കാത്തെ? എന്താ ഇങ്ങനെ? റാം, സി പറഞ്ഞില്ലേ സീതമ്മയെ കൊണ്ടുവരാൻ ഞാനും വരുന്നുണ്ടെന്ന്? അത് ആക്ച്വലി ഓ, സർപ്രൈസ് എന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? സോറി സോറി സോറി. ഒരു സർപ്രൈസും ഇല്ല സീതമ്മ. എന്ത് പറ്റി റാം, എന്താ വല്ലാതിരിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് സീത. ഞാൻ നേരത്തെ തന്നെ ചോദിക്കണമെന്ന് വെച്ചതാ. ഓ, ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞതിന്റെ ടെൻഷനാണോ നിനക്ക്? ഡിസ്ചാർജ് ആയല്ലോ ഇപ്പോ. സിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ നിനക്ക്? എന്താ ചിരിക്കാതിരിക്കുന്നേ? സീത, ആക്സിഡന്റ് കഴിഞ്ഞതല്ലേ, അതിന്റെ ടെൻഷനിലാവാൻ. വീട്ടിലെത്തിയാൽ ശരിയായിക്കോളൂ. റാം, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. സിഹിയും അതുപോലെ ഓക്കെ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഓക്കെ ആയിട്ട് ഇരുന്നേ നിങ്ങള്. എന്റെ വീട്ടിലെത്തിയ ശേഷം അവർക്ക് എന്നെ കാണാൻ പറ്റിയാ മതിയായിരുന്നു. അയ്യോ, വീട്ടിൽ വന്നല്ല. ഇനി സിഹി ഇവിടെ ഇല്ല എന്നുള്ള സത്യം അവള് മനസ്സിലാക്കില്ലേ? എന്തെന്ന് ചെയ്യാ? റാം, ഞാൻ എത്ര മണിക്കാ ഇവിടെ എത്തുന്നതെന്ന് സിക്ക് അറിയില്ലല്ലോ. എപ്പ ഞാൻ വീട്ടിൽ വന്നാലും അവൾ എന്നെ ഇങ്ങനെ പേടിപ്പിക്കും. ഇത്തവണ ഞാൻ അവളെ ഒന്ന് പേടിപ്പിക്കാം. സീതമ്മ, ഞാനും വരുന്നുണ്ട്, നിക്ക്. ഞാൻ എവിടെയും പോയിട്ടില്ല. എടാ, നമ്മളിനിയിപ്പോ എന്താണ് ചെയ്യുക? ഇങ്ങനെ പേടിക്കില്ല രാമ, ദൈവം കൂടിയുണ്ട്. എവിടെയാണ് ആ ദൈവം? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? ദൈവം ഉണ്ടത്രേ, ദൈവം.
എവിടെ പോയി? സീതമ്മ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അയ്യോ, എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണല്ലോ. ഈ സീതമ്മയില്ലെങ്കിൽ പിന്നെ വീടാവൂല. ചേച്ചി, ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? കണ്ടോ, നിന്റെ അനിയത്തിയുടെ പണിയാ ഇതൊക്കെ. സിഹി, ഞാൻ പറഞ്ഞ കേക്കണ്ടേ? ഇങ്ങനെ വലിച്ചു വാരി ഇടണ്ട, അമ്മ വഴക്ക് പറയുമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ പറഞ്ഞ കേക്കണ്ടേ? നല്ല അടി കൊടുക്കണം അവൾക്ക്. സിഹി എവിടെയാ ഒളിച്ചു നിൽക്കുന്നേ? ശരി, ഞാൻ തന്നെ നോക്കിക്കോളാം. സിഹി, ഓയ് കള്ളി. സിഹി, എടാ കള്ളച്ചെറുക്ക, ഞാൻ എപ്പോഴാണ് ഈ ടോയ്സ് ഒക്കെ വലിച്ചു വാരിയിട്ടെ? സീതമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവനാ എല്ലാം ചെയ്തത്. സിഹി, സീതമ്മ, ഞാൻ എവിടെ ഒളിച്ചു നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. സീതമ്മ. സിഹി. സീത, എങ്ങനെയുണ്ട് ഇപ്പോ? അമ്മേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സിഹി അവിടെ ഒളിച്ചിരിപ്പുണ്ടോ? ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്? നീ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക. എനിക്ക് ചെറിയൊരു മുറിവ് പറ്റിയെന്നേ ഉള്ളമ്മേ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് ആദ്യം സിഹി ഒന്ന് കണ്ടാ മതി. ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അവൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലേ? എനിക്കറിയാം. സിഹി മോളിലാണോ ഉള്ളത്? സീതമ്മ, ഞാൻ ഇവിടെയുണ്ട്. സീത, ആക്സിഡന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് നീ ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വന്നത്? ആദ്യം പൂജാമുറി ചെന്ന് ദീപം തെളിയിക്ക. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഇരട്ട് നീ തെളിയിക്കുന്ന ദീപത്താൽ ഇല്ലാതാവട്ടെ. അല്ലമ്മേ, പറഞ്ഞത് ചെയ്യ്. ആദ്യം പോയി ദീപം തെളിയിക്ക. സീത, എന്തുപറ്റി? റാം, അതാരാ അവളുടെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചത്? സിഹിയുടെ ഫോട്ടോ അല്ലേ റാം? അവിടെ വെച്ച് എന്തിനാ?
മനസ്സിലാവില്ല. എല്ലാം കുട്ടിക്കളിയാണെന്ന വിചാരം. ഇങ്ങനെ മാലയിടാൻ പാടില്ല മോളെ. കണ്ടോ, കുങ്കുമം വരെ തൊട്ടേക്കുന്നു. കാണിച്ചു കൊടുക്ക അവൾക്ക്. സിഹേ, സീത സീത സീതമ്മ, ഈ ഫോട്ടോ ഞാനവിടെ വെച്ചതല്ല. സിഹേ, സീതമ്മ, ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. നിക്ക്, ഞാൻ വരുന്നു. മേമ മേമ പറഞ്ഞതല്ല ഞാൻ സിഹിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ലെന്ന്. പൂജാമുറിയിൽ അവിടെ ഫോട്ടോ വെച്ചത് ആരാണ്? അപ്പോ സത്യം നീ എത്ര കാലം സീതയുടെ അടുത്തുനിന്ന് മറച്ചു വെക്കും? മേമ, എന്റെ സിഹി ജീവനോടെയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഞാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ല. അല്ല അപ്പോ സിഹി മരിച്ചു പോയ കാര്യം സീതയുടെ അടുത്തുനിന്ന് എത്ര നാള് നീ മറച്ചു വെക്കും? സത്യം പറയാനുള്ള ശക്തി എനിക്കില്ല മേമ. പറഞ്ഞു കഴിഞ്ഞ സീതയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല.